കുടുംബത്തിന് വേണ്ടി ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചതൊരു തെറ്റായി പോയെങ്കിൽ ഞങ്ങളത് മറച്ചു വിറ്റോളാം. സഞ്ചി എടുക്ക്. അവിടെ വെക്കും. അതൊന്നും വേണ്ട. പറ. സത്യം പറഞ്ഞ 50,000 രൂപ കിട്ടിയപ്പോൾ ഞാൻ പകച്ചുപോയി. പിന്നെ ഇവളാണ് പറഞ്ഞ പകയ്ക്കല്ലേ, വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പൊ ഞാൻ നല്ല കാര്യമല്ലെന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയി. അതിന് ഇവന്മാർക്കൊക്കെ എന്തിനാ ചൊറി? ഞങ്ങൾക്ക് എന്താ ചൊറി? ഏതായാലും അവര് പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. മക്കളെ, നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും നല്ല സദ്യ, സാമ്പാർ, അവിയൽ എല്ലാം ആയിട്ട് നല്ല സദ്യ അമ്മ ഉണ്ടാക്കും കേട്ടാ. പായസം കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണം. അതാ നട്ടുച്ചക്ക് തിളച്ചവെള്ളത്തിൽ കയറ്റിയിരുന്നവൻ. വൈകുന്നേരം കുളിക്കാം. അപ്പൊ അമ്മ ഉണ്ടാക്കി വെച്ചേക്കാം. മക്കൾ നോക്കും. ചെല്ലേ പോയിട്ട് വാ. ഇത്രയും പൈസ കിട്ടിയിട്ടവൻ പച്ചക്കറി മേടിച്ചോണ്ട് വന്നുള്ളതാണ് എനിക്ക്. മുട്ടയിടുന്ന താറാവാ, കൊല്ലരുത്. ഇല്ല, അവന്റെ മുട്ട ഞാൻ ഉടയ്ക്കും ഒരു ദിവസം. ഈ പച്ചക്കറിക്കൊന്നും ഒരു ഓർഡർ ഇല്ലല്ലോ. ഇവിടെ കൂടുതൽ പാവക്ക കേട്ടാ. അത് മൊത്തം പാവക്ക. ഈ പാവക്ക വെച്ചിട്ടാണോ ഇവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്? എടാ, നീയെ കണ്ട ഒരു പെണ്ണിവിടെ വന്ന് കയറിയപ്പോഴുള്ള വ്യത്യാസം. അങ്ങനെ പെണ്ണ് കയറി വരുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലേ ഡെയിലി ഞാൻ ഇവിടെ കിറ്റ് ഇറക്കും. എടാ, അവരിപ്പോ ഫ്രണ്ട്സാ. നാളെ ചിലപ്പോൾ കല്യാണം കഴിച്ചെന്നിരിക്കും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതാണ് ഉത്തരവാദിത്തമെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും? അത് കണ്ടെന്നെ അറിയണം. നീയൊക്കെ ഈ വീട്ടിലേക്ക് വേണ്ടി ഒരു ചീരയുടെ ഇല വാങ്ങിക്കൊണ്ടൊന്നുണ്ടാ? എന്തിന്? 5 പേരുള്ള ഈ വീട്ടിലേക്ക് ഒരു ചീരയുടെ ഇലയും കൊണ്ടുവന്ന് എന്തോ ആവാനാ? ഒന്നും ആവാനില്ല. അതേടാ, നിന്റെയൊക്കെ ഈ വർത്തമാനം തന്നെയാടാ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്നാ അമ്മിണി, ഊണിന് എല്ലാ വട്ടം വേണം, പായസവും വേണം. ഇതേ, ഞാൻ വരാം നിന്നെ സഹായിക്കാനായിട്ട്. ഇവന്മാരെ കൊണ്ടുള്ള വാചോടി മാത്രമേ ഉള്ളൂ. എന്തൊരു സുഷ്കാന്തിയാ നോക്കി. ഒരു പയറോടെ കിടക്കണ്ട്, കാണോ? കൊണ്ടു. അവനൊരു ദിവസം ഇവിടെ ഒരു പച്ചക്കറി മേടിച്ചോണ്ട് വന്നപ്പോ എന്താണ് നമുക്കൊരു വിലയില്ലേ വീട്ടില്? പണിയെടുത്ത് കഴിക്കണേന്റെ ഒരു സുഖം, അതൊരു വേറെ ഫീലാണ്. സത്യം. കൂടി പഠിപ്പിക്കണം. ശരിയല്ലേ? ഈ ഏട്ടന്മാർക്ക് എങ്ങനെയാണ് ഈ പണിയെടുക്കാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുത്തല്. എന്ത് ചെയ്യാൻ മോളെ, മക്കളായി പോയില്ലേ, ഉപേക്ഷിക്കാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട്. ചിലപ്പോ രക്ഷപ്പെടായിരിക്കും. അതെ, നോക്കാം. എടാ, നീ ആ കമ്പോസ് ചെയ്യുമ്പോൾ പാട്ടില്ലേ, അതൊന്ന് പാടിക്കണം. ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ലല്ലോ. എടാ, അതല്ലടാ, നീ ആദ്യമായിട്ട് ചെയ്യാൻ പോയ പണിയല്ലേ, അത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വേറെ. എടാ, നീ അതൊന്ന് പാടും. അത് പണിയെടുക്കൂ, എടാ എടാ എടാ, അതിന്റെ കൂടെ അച്ഛന് കുറച്ച് പൈസ കൊടുക്കൂ, അച്ഛന് കുറച്ച് പൈസ കൊടുക്കൂ, അതുകൂടെ ചേർക്ക്. പണിയെടുക്കൂ, സൂപ്പർ 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 സൂപ്പർ. എടാ, പരിപ്പറി. അല്ല 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 അല്ല, എരിശ്ശേരി എരിശ്ശേരി എരിശ്ശേരി. അല്ല, സാമ്പാർ കൺഫേം. നിനക്ക് വല്ല ഡോഗ് സ്ക്വാഡിൽ ചേരാൻ പാടില്ലേ? ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇത് നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കണൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് പോയി കഴിച്ചാലോ? നാണം കേട്ടോ. ആരെല്ലാം ഒന്നും വിളിക്കണ്ട.